Hello, good morning all. Today's our topic is types of tourism. Types of tourism. Tourism is one of the world's fastest growing industries and major foreign exchange and employment generation for many countries. It is one of the most remarkable economic and social phenomena. The word tour is derived from the Latin word tournus. It means a tool for making a circle. Tourism may be defined as the movement of people from their normal place of residence to another place for a minimum period of 24 hours to a maximum of 1 year for the sole purpose of leisure and pleasure. We celebrated World Tourism Day every year on September 27th. This date was chosen as one that day in 1970 by UNWTO, United Nations World Tourism Organization. The purpose of this day is to raise awareness of the role of tourism within the international community. Next, types of tourism. Tourism has two types and many forms on the basis of the purpose of visit and alternative forms of tourism. Mainly, we can categorize tourism into two: international tourism and domestic tourism. International tourism and domestic tourism. The domestic tourism, it is the activity of people within their own country is known as domestic tourism. It's a activity of the people within their home country. It is known as domestic tourism. അതായത് നമ്മളിപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ ട്രാവൽ ചെയ്യുന്നതിനാണ് നമ്മൾ ഡൊമസ്റ്റിക് ടൂറിസം എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കാവാം, ഡൽഹിയിൽ നിന്ന് ബോംബെയിലേക്കാവാം, ബോംബെയിൽ നിന്ന് കൽക്കട്ടയിലേക്കാവാം, കൽക്കട്ടയിൽ നിന്ന് ചെന്നൈയിലേക്കാവാം, ചെന്നൈയിൽ നിന്ന് ഗോവയിലേക്കാവാം. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ബൗണ്ടറി ഒന്നും ക്രോസ് ചെയ്യാതെ ഇൻ്റർനാഷണൽ ട്രാവൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നമ്മൾ ടൂറിസം ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോഴാണ് അത് ഡൊമസ്റ്റിക് ടൂറിസം എന്നറിയപ്പെടുന്നത്. ഇൻ്റർനാഷണൽ ട്രാവൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാസ്പോർട്ട്, വിസ, ഹെൽത്ത് ഡോക്യുമെൻറ്റ്സ്, കസ്റ്റംസ് ക്ലിയറൻസ്, ഇമിഗ്രേഷൻ ക്ലിയറൻസ്, അങ്ങനെയുള്ള യാതൊരുവിധ ഫോർമാലിറ്റീസും ഇല്ല ഡൊമസ്റ്റിക് ടൂറിസത്തിന്. നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ട്രാവൽ ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് ഇൻ്റർനാഷണൽ ടൂറിസം. ഇൻ്റർനാഷണൽ ടൂറിസം മീൻസ് people travel to visit a foreign country. People visit a foreign country is known as international tourism. നമ്മുടെ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തോട്ട് ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ടൂറിസം ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതാണ് ഇൻ്റർനാഷണൽ ടൂറിസം എന്ന് പറയുന്നത്. ഈ ഇൻ്റർനാഷണൽ ടൂറിസം ആകുമ്പോൾ നമുക്ക് എല്ലാ ട്രാവൽ ഫോർമാലിറ്റീസും വരുന്നുണ്ട്. എല്ലാ ഇൻ്റർനാഷണൽ ട്രാവൽ ഡോക്യുമെൻറ്റ്സും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട്, വിസ, ഹെൽത്ത് ഡോക്യുമെൻറ്റ്സ്, ഇമിഗ്രേഷൻ ക്ലിയറൻസ്, കസ്റ്റംസ് ക്ലിയറൻസ്, ഇങ്ങനെ എല്ലാ സംഗതികളും നമുക്ക് ഇൻ്റർനാഷണൽ ടൂറിസത്തിന് ആവശ്യമുണ്ട്. ദിസ് ഇൻ്റർനാഷണൽ ടൂറിസം ഫർദർ ഡിവൈഡഡ് ഇൻടു ടു, ദാറ്റ് ഈസ് ഇൻബൗണ്ട് ടൂറിസം ആൻഡ് ഔട്ട്ബൗണ്ട് ടൂറിസം. Inbound tourism, it is refers to tourist of outside origin entering a particular country. Tourist of outside origin entering a particular country. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഇന്ത്യ ആൻഡ് ജപ്പാൻ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെയും ജപ്പാൻ്റെയും ഇടയിൽ നടക്കുന്ന ഒരു ടൂറിസം ആക്ടിവിറ്റിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ടൂറിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലോട്ട് ടൂറിസ്റ്റ് വരുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇൻബൗണ്ട് ടൂറിസമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ജപ്പാനിലോട്ട് ടൂറിസ്റ്റ് പോകുന്നു, അത് ജപ്പാനെ സംബന്ധിച്ച് ഇൻബൗണ്ട് ടൂറിസമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഔട്ട്ബൗണ്ട് ടൂറിസം എന്ന് പറയുമ്പോൾ
ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ടൂറിസ്റ്റ് ട്രാവലിംഗ് ഫ്രം ദ കൺട്രി ഓഫ് ദെയർ ഒറിജിൻ ടു അനദർ കൺട്രി. അതായത് നമ്മുടെ ഹോം കൺട്രിയിൽ നിന്ന് നമ്മൾ മറ്റൊരു കൺട്രിയിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അത് നമ്മുടെ കൺട്രിക്ക് ഔട്ട് ബൗണ്ട് ടൂറിസമാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് ജപ്പാനിലോട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് അത് ഔട്ട് ബൗണ്ട് ടൂറിസമാണ്. പക്ഷേ ജപ്പാനിലോട്ടാണ് ആൾക്കാർ ചെന്നത്, അപ്പോൾ ജപ്പാൻ അത് ഇൻബൗണ്ട് ടൂറിസമാണ്. മനസ്സിലായോ? ഇപ്പോൾ നമ്മുടെ കൺട്രി ഏതാണോ അതിലേക്ക് ആൾക്കാർ വരുമ്പോൾ അത് ഇൻബൗണ്ട് ടൂറിസം. നമ്മുടെ കൺട്രി ഏതാണോ അവിടെ നിന്ന് ടൂറിസ്റ്റ് വേറൊരു കൺട്രിയിലോട്ട് പോകുമ്പോൾ അത് ഔട്ട് ബൗണ്ട് ടൂറിസം. അപ്പോൾ ഇൻ്റർനാഷണൽ ടൂറിസം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു ടൂറിസം ആക്ടിവിറ്റിയാണ് ഇൻ്റർനാഷണൽ ടൂറിസം എന്ന് പറയുന്നത്. അത് നമ്മൾ ഇൻബൗണ്ട് ടൂറിസം ആൻഡ് ഔട്ട് ബൗണ്ട് ടൂറിസം എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൂറിസ്റ്റ് ഒരു രാജ്യത്തിൻ്റെ അകത്തേട്ട് വരുമ്പോൾ അത് ഇൻബൗണ്ട് ടൂറിസം. ഇവിടെ നിന്നുള്ള ടൂറിസ്റ്റ് മറ്റൊരു രാജ്യത്തോട്ട് പോകുമ്പോൾ അത് ഔട്ട് ബൗണ്ട് ടൂറിസം. മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്ക് ഫോംസ് ഓഫ് ടൂറിസം. ഈ ഇൻ്റർനാഷണൽ ടൂറിസത്തിനും ഡൊമസ്റ്റിക് ടൂറിസത്തിനും ബേസ് ചെയ്തിട്ട് അത് ഏറ്റവും മെയിൻ ബേസിക്കായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ടൂറിസമാണ് ഇൻ്റർനാഷണൽ ടൂറിസം ആൻഡ് ഡൊമസ്റ്റിക് ടൂറിസം. ഇനി നമുക്ക് കുറേ ടൈപ്പ് ഫോംസ് ഓഫ് ടൂറിസംസ് ഉണ്ട്. അപ്പോൾ ഈ ഫോംസ് ഓഫ് ടൂറിസം ഓരോ പേര് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇന്നതാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് റിക്രിയേഷണൽ ഓർ ലെഷർ ടൂറിസം. റിക്രിയേഷണൽ ഓർ ലെഷർ ടൂറിസം. അപ്പോൾ റിക്രിയേഷണൽ ഓർ ലെഷർ ടൂറിസം എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു ഹെക്റ്റിക്കായിട്ടുള്ള ഒരു ലൈഫിൽ നിന്നുള്ള ഒരു ജസ്റ്റ് ഫോർ ചേഞ്ച് നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ട്. എന്നും ഈ കോളേജിൽ പോവുക, എന്നും ഈ പഠിക്കുക, അല്ലെങ്കിൽ എന്നും ജോലിക്ക് പോവുക, എന്നും ജോലി, അവിടുത്തെ വർക്ക് പ്രഷർ, ആകെ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് ട്രാവൽ ചെയ്യണം തോന്നും. എന്തായാലും ഒരു റെസ്റ്റ്, റിലാക്സേഷൻ നമ്മുടെ മൈൻഡിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമ്മൾ വരുന്ന ആ ഒരു കാറ്റഗറിയാണ് റിക്രിയേഷണൽ ടൂറിസം അല്ലെങ്കിൽ ലെഷർ ടൂറിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് കൾച്ചറൽ ടൂറിസം. കൾച്ചറൽ ടൂറിസം എന്ന് പറയുമ്പം നമ്മൾ ഏതെങ്കിലും കൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസസ് വിസിറ്റ് ചെയ്യുക. അതായത് എന്തെങ്കിലും ആൻഷ്യൻ്റ് മോണുമെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ ഓരോ സ്ഥലത്തുള്ള ഏതെങ്കിലും ആർട്സോ മ്യൂസിക്കോ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഫെയേഴ്സ് ആൻഡ് ഫെസ്റ്റിവൽസൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുക. അവിടുത്തെ ഒരു കൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുക. അതൊക്കെയാണ് ഈ കൾച്ചറൽ ടൂറിസം എന്ന് പറയുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ചില ആൾക്കാർ നമ്മൾ ഫോറിൻ നിന്നൊക്കെ നമ്മുടെ കലാമണ്ഡലത്തിലോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഫോറിനേഴ്സ് വരുന്നുണ്ട് ഈ കഥകളി അഭ്യസിക്കാനും കൂടിയാട്ടം പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു നമ്മളെ കൾച്ചർ അവർ പഠിക്കാൻ വേണ്ടി വരുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പോയി വെസ്റ്റേൺ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഓരോ ഫെയേഴ്സ് ആൻഡ് ഫെസ്റ്റിവൽസ് നമുക്കറിയാം, നമ്മുടെ ഇവിടെ തൃശ്ശൂർ പൂരമൊക്കെ കാണാനും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പങ്കെടുക്കാൻ പുറമേ നിന്നും ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഹിസ്റ്റോറിക്കലായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഏതെങ്കിലും പ്ലേസസ് അല്ലെങ്കിൽ ഏതെങ്കിലും മോണുമെൻറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടും ആൾക്കാർ വരാറുണ്ട്. ഇതൊക്കെയാണ് ഈ കൾച്ചറൽ ടൂറിസം എന്നുള്ള ഇതിൽ വരുന്നത്. അതായത് കൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഈ കൾച്ചറൽ ടൂറിസത്തിൽ വരുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ടൂറിസം പറയുന്നത് സ്പോർട്സ് ഓർ അഡ്വഞ്ചർ ടൂറിസം. സ്പോർട്സ് ഓർ അഡ്വഞ്ചർ ടൂറിസം. സ്പോർട്സ് ഓർ അഡ്വഞ്ചർ ടൂറിസം എന്ന് പറയുമ്പോൾ പീപ്പിൾ ട്രാവൽ ടു വ്യൂ ഓർ പാർട്ടിസിപ്പേറ്റ് ദ സ്പോർട്സ് ഓർ ഗെയിംസ് ആക്ടിവിറ്റീസ്. നമ്മൾ എന്തെങ്കിലും സ്പോർട്സോ ഗെയിംസോ അല്ലെങ്കിൽ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അതൊക്കെ കാണാനോ ആസ്വദിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുമ്പോഴാണ് അത് ഈ സ്പോർട്സ് ടൂറിസം അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൂറിസം എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ടൂറിസം ഹെൽത്ത് ടൂറിസം. ഹെൽത്ത് ടൂറിസം അല്ലെങ്കിൽ മെഡിക്കൽ ടൂറിസം. ഹെൽത്ത് ഓർ മെഡിക്കൽ ടൂറിസം. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്. നമ്മളെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുക. അത് ചിലപ്പോൾ ആയുർവേദിക് മെഡിസിൻ ആവാം, അലോപ്പതി ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറോപ്പതി ആവാം, അല്ലെങ്കിൽ യോഗ പോലുള്ള എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടാവാം. അതൊക്കെയാണ് ഈ ഹെൽത്ത് ടൂറിസം അല്ലെങ്കിൽ
മെഡിക്കൽ ടൂറിസം എന്നുള്ള രീതിയിൽ വരുന്നത്. നമുക്കറിയാം ചില ആളുകൾ ഈ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റിനൊക്കെ വരാറുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി നമ്മുടെ ശരീരത്തിൻ്റെ ഉന്മേഷത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ അതിനൊക്കെ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ സ്പോർട്സ് ഓർ അഡ്വഞ്ചർ ടൂറിസം ഹെൽത്ത് ഓർ മെഡിക്കൽ ടൂറിസം എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. Next one is convention tourism. Convention tourism means people travel to attend conventions relating to their business or profession. നമ്മുടെ ബിസിനസ്സോ നമ്മുടെ പ്രൊഫഷനോ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള മീറ്റിംഗ്സ് ആവാം, ഇൻസെൻറ്റീവ്സ്, കൺവെൻഷൻസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സിബിഷൻസൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാം. അതാണ് ഈ കൺവെൻഷൻ ടൂറിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ബിസിനസ് ടൂറിസം. ഓക്കെ. The next one is incentive tourism. Incentive tourism means trips offered as incentives by major companies to their salesmen to achieve high target അച്ചീവ് ചെയ്ത എംപ്ലോയീസിന് വേണ്ടിയിട്ട് കമ്പനീസ് ഓഫർ ചെയ്യുന്ന ഒരു പ്ലഷർ ട്രിപ്പാണ് ഇൻസെൻറ്റീവ് ടൂറിസം എന്ന് പറയുന്നത്. അതായത് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പലതരം ഗിഫ്റ്റ് കമ്പനി ഓഫർ ചെയ്യാറുണ്ട്. അതിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഗിഫ്റ്റാണ് ഈ പറയുന്ന ഇൻസെൻറ്റീവ് ടൂറിസം. കമ്പനി അവർക്ക് വേണ്ടുന്ന ടൂർ പാക്കേജ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. അവരുടെ അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ് എല്ലാ ചിലവും കമ്പനി വഹിക്കും എംപ്ലോയീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ടൂറിസമാണ് ഇൻസെൻറ്റീവ് ടൂറിസം എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ 3 ടൈപ്പ് ഓഫ് ടൂറിസമാണ് പറഞ്ഞത്. 6 ടൈപ്പ് ഓഫ് ടൂറിസം ഇപ്പോൾ നമ്മൾ പറഞ്ഞു. അതിൽ 4ാമത് പറഞ്ഞത് ഹെൽത്ത് ടൂറിസം, 5ാമത് പറഞ്ഞത് കൺവെൻഷൻ ടൂറിസം, 6th വൺ ഇൻസെൻറ്റീവ് ടൂറിസം. ഓക്കെ. ഇനി നമ്മൾ 7th ടൈപ്പ് ഓഫ് ടൂറിസമാണ് എൻവയോൺമെൻറ്റൽ ടൂറിസം അല്ലെങ്കിൽ എക്കോ ടൂറിസം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടൂറിസമാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ട്രാവൽ ടു സീനിക് ബ്യൂട്ടി ഏരിയാസ് അല്ലെങ്കിൽ റിമോട്ട് നാച്ചുറൽ ഏരിയാസ്, അങ്ങനത്തെ ഏരിയാസിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുക. പക്ഷേ മിനിമൈസിങ് നെഗറ്റീവ് ഇമ്പാക്ട്സ്, അതായത് ഇപ്പോൾ ടൂറിസം പർപ്പസസൊക്കെ കാരണം നമുക്കറിയാം എൻവയോൺമെൻറ്റിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്ത് എത്രയും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ടൂറിസമാണ് ഈ പറയുന്ന എൻവയോൺമെൻറ്റൽ ടൂറിസം അല്ലെങ്കിൽ എക്കോ ടൂറിസം. നാച്ചുറൽ ഫ്രണ്ട്ലി ആണ്, മിനിമൈസിങ് നെഗറ്റീവ് ഇമ്പാക്ട്സ്. The next category of tourism is historical tourism. Historical tourism or heritage tourism. Historical tourism is also known as heritage tourism. It means traveling to explore the history and heritage of a place. എന്തെങ്കിലും ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് വിസിറ്റ് ചെയ്യുക, അതിനെക്കുറിച്ചിട്ട് പഠിക്കുക, അവിടുത്തെ കൾച്ചർ, ആർക്കിടെക്ചർ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിയംസ് കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുക, അതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കുക. അതൊക്കെയാണ് ഹെറിറ്റേജ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൽ പറയുന്നത്. The next category of tourism is ethnic tourism. Ethnic tourism is also known as aboriginal tourism or indigenous tourism. It is also known as aboriginal tourism or indigenous tourism. In this tourism, people travel to experience and interaction with minority groups. അതായത് നമ്മുടെ ആദിവാസി സമൂഹങ്ങളോ ഗോത്ര വിഭാഗങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് അവരുടെ ഒരു കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യുക, അവരായിട്ട് ഇൻ്ററാക്ട് ചെയ്യുക, അവരുടെ ക്യുസീൻ, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ റിച്വൽസ്, സെറിമണീസ് അതൊക്കെ കുറിച്ച് പഠിക്കാനും അവരായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ ട്രാവൽ ചെയ്യാറുണ്ട്. അതാണ് ഈ പറയുന്ന എത്നിക് ടൂറിസത്തിൽ വരുന്നത്. അത് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് അബോറിജിനൽ ടൂറിസം ആൻഡ് ഇൻഡിജീനിയസ് ടൂറിസം. ഓസ്ട്രേലിയ ഈസ് ഫേമസ് ഫോർ അബോറിജിനൽ ടൂറിസം. കാരണം ഒരുപാട് ഗോത്രവിഭാഗങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ഒരുപാട് പേര് അവിടേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയയുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകമാണ് ഈ അബോറിജിനൽ ടൂറിസം വഴി കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ടൂറിസമാണ് റിലീജിയസ് ടൂറിസം. റിലീജിയസ് ടൂറിസം മീൻസ് വി ട്രാവൽ ടു വിസിറ്റ് റിലീജിയസ് സെൻറ്റേഴ്സ് ആൻഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ റിലീജിയസ് ഡ്യൂട്ടീസ്. നമുക്ക് ഓരോ മതവിഭാഗങ്ങൾക്കും ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്.
അവിടെ നമ്മൾക്ക് കുറേ കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ കാണാനും അറിയാനും അതിലൊക്കെ പങ്കെടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നതാണ് റിലീജിയസ് ടൂറിസം എന്ന് പറയുന്നത്. Then last type of tourism is wildlife tourism. Wildlife tourism means it is related with the wildlife. നമുക്ക് ആ ഒരു വൈൽഡ് ആനിമൽസിനെ കാണാനും അവരെക്കുറിച്ച് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്നതാണ് വൈൽഡ് ലൈഫ് ടൂറിസം. ഇതേപോലെ തന്നെ നമ്മൾ കാരണം ആ ഒരു വൈൽഡ് ലൈഫിന് ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ചെന്നതുകൊണ്ട് അവരുടെ ആ ഒരു ആനിമൽസിനോ അവരുടെ പ്രൈവസി ഒന്നും നഷ്ടപ്പെടാനും പാടില്ല. നമുക്ക് ഒരുപാട് നാഷണൽ പാർക്കുകളും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഒക്കെ ഉണ്ട്. അതുവഴി നമുക്ക് ഈ വൈൽഡ് ലൈഫ് ടൂറിസം എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ടൈപ്സ് ഓഫ് ടൂറിസംസ് പഠിച്ചിരുന്നു. അതിൽ ഏറ്റവും മെയിനായിട്ട് നമ്മൾ പഠിച്ച രണ്ടെണ്ണമാണ് ഇൻ്റർനാഷണൽ ടൂറിസം ആൻഡ് ഡൊമസ്റ്റിക് ടൂറിസം. ഇൻ്റർനാഷണൽ ടൂറിസം നമ്മൾ ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 2 types, ഇൻബൗണ്ട് ടൂറിസം ആൻഡ് ഔട്ട്ബൗണ്ട് ടൂറിസം. ആൻഡ് ദർ ആർ മെനി ഫോംസ് ഓഫ് ടൂറിസം. ദേ ആർ recreational tourism, cultural tourism, sports tourism, health tourism, convention tourism, incentive tourism, environmental tourism, historical tourism, ethnic tourism, religious tourism and wildlife tourism. ഇതെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.